ഇനി നമ്മുടെ വിശേഷങ്ങൾക്ക് നമ്മളൊരു ഇടവേള കൊടുത്തിട്ട് പെർഫോമറെ വിളിക്കാനുള്ള സമയമാണ്. ഓക്കെ, ചേച്ചിക്ക് പാട്ടും ഡാൻസും ഒക്കെ കാണാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കി തന്നു. ഈ എന്തെങ്കിലും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പഠിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ ചെറുപ്പത്തിൽ വീണ പഠിച്ചിട്ടുണ്ട്. ആഹാ, പഠിച്ചിട്ടുണ്ട്. എത്ര നാള്? അത് കുറെ ഒരു 2-3 ഇയേഴ്സ് അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞോ വീണ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അത്രയും പോയില്ല. പക്ഷെ എനിക്ക് ഒരു സ്ട്രിങ് ഇൻസ്ട്രുമെന്റോട് വളരെയധികം പഠിക്കണം എന്ന് തോന്നിയത് വീണയാണ്. അങ്ങനെ വീണ ഒരു കുറച്ച് നാൾ പഠിച്ചു. അപ്പൊ എന്തായാലും ഇന്ന് വരാൻ പോകുന്ന പെർഫോമറെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടാവും. കാരണം ഒരു വീണ ആർട്ടിസ്റ്റ് ആണ് വരാൻ പോകുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം അല്ലേ? So let's welcome Nisha Dinesh. നമ്മുടെ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. വീണ പഠിക്കണം എന്ന ആഗ്രഹമായിട്ടൊക്കെ ഒരു കുറച്ച് നാള് വീണയൊക്കെ പഠിച്ചു. ഇന്നിപ്പോ ചേച്ചിയുടെ പെർഫോമൻസ് കാണാനായിട്ട് രോഹിണി ചേച്ചി വെയിറ്റിംഗ് ആണ്. പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എവിടുന്നാ വരണേ? ഞാൻ തൃപ്പൂണിത്തുറയാണ്. തൃപ്പൂണിത്തുറയാണ് വരുന്നത്, ഹിൽ പാലസിന്റെ അടുത്ത്. അപ്പൊ വീണ പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? പഠിച്ചത് RLV കോളേജ്, മ്യൂസിക് RLV തൃപ്പൂണിത്തുറയിലാണ് പഠിച്ചത്. ഗാനഭൂഷണം അങ്ങനെ എന്തോ? ഗാനഭൂഷണം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പം ഡിഗ്രി ആക്കി. അപ്പൊ BA കഴിഞ്ഞു. MA അവിടെ തന്നെ പഠിക്കാൻ പറ്റി. അവിടെ തന്നെ പഠിക്കാൻ പറ്റി. അപ്പോ കൊച്ചിൻ കലാഭവനിലെ ഒരു ടീച്ചർ ആയിട്ടുള്ള ഒരു ജോലി ചെയ്തിരുന്നു. അതിന്റെ ഒരു എങ്ങനെയാണ് ആ ഒരു അനുഭവം? അവിടെ നല്ല 10 വർഷം അവിടെ പഠിപ്പിച്ചു. കുറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ മെട്രോയുടെ പണിയൊക്കെ വന്നപ്പോൾ നമുക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം പിന്നെ അത് സ്റ്റോപ്പ് ചെയ്ത്. കൊറേ വർഷം അവിടെ പഠിപ്പിച്ചു അല്ലേ? ഒരുപാട് കുട്ടികളെ വീണയിലേക്ക് കൈപിടിച്ച് കയറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താണ് കറന്റ്ലി ആരെങ്കിലും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ? അത് ചേച്ചി പെർഫോമൻസ് മാത്രം പെർഫോം ചെയ്യും. പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഓ, ശരി. ഡാൻസ്, പാട്ട് എല്ലാം ഉണ്ട്. എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ടീച്ചേഴ്സ് വരുന്നുണ്ട്. ചേച്ചി പാടുവോ? അതെയോ? കുറച്ചൊക്കെ പാടും. പാട്ട് പഠിപ്പിക്കുന്നത് ചേട്ടൻ തന്നെ പഠിപ്പിക്കണം. ചേട്ടൻ ഹസ്ബൻഡ്. ഓ, ഹസ്ബൻഡ് ഒരു ഗായകനാണ്. ഹസ്ബൻഡ് ഗായകനാണ്, ചേച്ചി വീണ വായിക്കും. പിന്നെ മക്കള്? മോൻ ഒരാള് ഇപ്പം BSc പഠിക്കുന്നു. BSc. പാട്ടായിട്ട് ബന്ധമുണ്ടോ? പാടും. ഇൻസ്ട്രുമെന്റ്സ്. അപ്പൊ ഒരു സംഗീത കുടുംബമാണ് നിഷ ചേച്ചിയുടേതെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? നമ്മുടെ ഈ വീണ പെർഫോമൻസ്, അതിന്റെ കൂടെ ക്ലാസ്, അതിന്റെ ഇടയിൽ കുടുംബം നോക്കുന്ന നല്ലൊരു വീട്ടമ്മയാണ്. അപ്പൊ എല്ലാം കൂടി എങ്ങനെയാണ് ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന സംഭവം ചേച്ചിയുടെ കണക്കിൽ എങ്ങനെയാണ്? കുഴപ്പമാണ്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകും. പ്രാക്ടീസ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യാൻ സമയം കിട്ടാറുണ്ടോ? പറ്റാറുണ്ട്. സിനിമാ പാട്ട്, കർണാട്ടിക് സോങ്, പിന്നെ വേറെ ഫ്യൂഷൻ പോലെ അങ്ങനെ ചെയ്യും. അപ്പൊ ചേട്ടൻ കീബോർഡും വായിക്കും. അപ്പൊ എന്തായാലും ആ ഒരു മെയിൻ ഗായകൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. പേര്? എൻ്റെ പേര് ദിനേശ്. മ്യൂസീഷ്യൻ ആണെന്ന് ചേച്ചി പറഞ്ഞു. എത്ര നാളായി ഈ ഒരു സംഗീതം കൊണ്ട് നടക്കുന്നു? 25 വർഷമായി. അപ്പൊ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ? എനിക്ക് 50 വയസ്സുണ്ട് ഇപ്പൊ. കണ്ടാ പറയില്ല അല്ലേ? 50 വയസ്സാന്ന് കണ്ടാ പറയില്ല. അതിന്റെ ഒരു ഉന്മേഷത്തിലാണ് ഞാൻ ചോദിച്ചത്. ശരി, അപ്പൊ നമുക്ക് എന്തായാലും ഒരു ഗായകനായതുകൊണ്ട് ഒരു 4 വരി പാട്ട് കേട്ടാൽ കൊള്ളാന്നുണ്ട്, ചേച്ചിക്ക് വേണ്ടിയിട്ടെങ്കിലും. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃത കണമായി സഖി ധന്യനാ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം. അടിപൊളി. ചേച്ചി പറയൂ, എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? നൈസ്, വെരി നൈസ്. താങ്ക് യു സോ മച്ച്. അതെ, അപ്പോൾ രോഹിണി ചേച്ചിക്ക് വേണ്ടിയുള്ള പാട്ടും പാടി. ഇനി നമുക്ക് മെയിൻ പെർഫോമൻസ് കാണാനാനുണ്ട്. ഇതാരാണ് കൂടെ വന്നിരിക്കുന്നത്? ഫ്രണ്ടാണ്, ചേട്ടന്റെ ഫ്രണ്ടാണ്. പേര്? ജ്യോതി വിജയൻ. ജ്യോതി വിജയൻ. വയലിനിസ്റ്റ് ആണ്. ഓക്കെ, ഗ്രേറ്റ്.